കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നടപടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചു വരുന്നതെന്നും ലഹരി വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന്റെ വിമർശനം. ലഹരി വ്യാപനത്തിനെതിരെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത സമരം ലഹരിക്കെതിരെ കോൺഗ്രസ് നടത്തുമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി. മയക്കുമരുന്ന് വിപണന ശൃംഖലയിൽ ഇടതു വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെട്ടത് അതീവ ഗുരുതരമായ വിഷയമായി കെപിസിസി ഈ യോഗം വിലയിരുത്തി. മദ്യലഭ്യത ഘട്ടം ഘട്ടമായി കുറക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനവും പരസ്യവും നൽകിയാണ് സഖാവ് പിണറായി വിജയൻ അധികാരത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ അന്നു മുതൽ കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നടപടികളാണ് അദ്ദേഹം സ്വീകരിച്ചു വന്നത്. വിദ്യാർത്ഥികളുടെ കഥയും കൊച്ചുമക്കളൊക്കെ ഈ ലഹരിക്ക് അടിമകളായി ഈ സംസ്ഥാനത്ത് എത്ര കുട്ടികളാണ് അടികൊണ്ടും വെട്ടിയും അടിച്ചും ഇടിച്ചും കൊന്നും ഈ ഓരോ ദിവസവും പത്രവാർത്തകളിൽ വരുന്ന വാർത്തകൾ മനുഷ്യനെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത സംഭവമാണ് ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ സമരം ആരംഭിച്ചാൽ ആരംഭിച്ച സമരം നീണ്ടു നിൽക്കുന്ന എത്ര മാസങ്ങളായാലും നീണ്ടു നിൽക്കുന്ന സമരമായാലും ആ സമരം നമ്മൾ നയിക്കും.